കോഴിക്കോട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് വഴിയരികിൽ ഉപേക്ഷിച്ചു. ഗോവിന്ദപുരം സ്വദേശി ഉണ്ണികൃഷ്ണനെയാണ് മർദ്ദിച്ചത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വിരോധമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണം. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേർന്നു. സമീർ, സാമ്പത്തികമായ ഒരു ഇടപാടാണ് ഈ മർദ്ദനത്തിന് കാരണമെന്ന് മനസ്സിലാക്കുന്നു. പ്രതികൾ ആരാണെന്നതിനെ കുറിച്ച് സൂചനയുണ്ടോ? അവരിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ടോ? സുഹൈൽ, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പൊറ്റമ്മലിൽ 4G എന്ന മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് ഈ ക്രൂരമായ മർദ്ദനത്തിനിരയായിട്ടുള്ള ഗോവിന്ദപുരം സ്വദേശി ഉണ്ണികൃഷ്ണൻ. 37കാരനായ ഉണ്ണികൃഷ്ണനെ ഉച്ചയ്ക്ക് കടയിലെത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. 2 വാഹനങ്ങളിലാണ് സംഘം എത്തിയത്. ക്രീറ്റ കാറിലും ഒപ്പം തന്നെ താർ ജീപ്പിലും എത്തിക്കൊണ്ട് 8 അംഗ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ബേപ്പൂർ, ബാലുശ്ശേരി എന്നിവിടങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ് മർദ്ദിച്ചത്. ഈ മൊബൈൽ ഷോപ്പിനോടൊപ്പം തന്നെ ചില ഭൂമി ഇടപാടും ഇദ്ദേഹത്തിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക വിഷയങ്ങളും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു ക്രൂരമായ മർദ്ദനത്തിന് ഇടയാക്കിയത് എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് പിന്നീട് റോഡരികിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവരുടെ ഉണ്ണികൃഷ്ണന്റെ സുഹൃത്തുക്കളെ കാര്യം അറിയിക്കുകയും ചെയ്തു. പിന്നീട് സുഹൃത്തുക്കളാണ് ഈ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ കാഷ്വാലിറ്റിയിലാണ്. അത്യാഹിത വിഭാഗത്തിൽ ഗുരുതരമായ പരിക്കുകളോടെ ഇദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. ഒപ്പം തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഈ ഉണ്ണികൃഷ്ണന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കണ്ടാൽ അറിയാവുന്നവർ തന്നെയാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ഉണ്ണികൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ സംബന്ധിച്ചുള്ള സൂചനകൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ പ്രതികളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങാനും കഴിയും എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറിയിക്കുന്നത്. സുഹൈൽ, ശരി, യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.